മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യത്തിന് ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ. കഴിഞ്ഞ വർഷം നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനിടെ പ്രതിഷേധക്കാരെ കൂട്ടക്കൊല ചെയ്യാൻ നേതൃത്വം നൽകിയ കുറ്റത്തിനാണ് ബംഗ്ലാദേശ് അന്താരാഷ്ട്ര ട്രൈബ്യൂണലിന്റെ വിധി. 2024 ആഗസ്റ്റ് മുതൽ ഇന്ത്യയിൽ അഭയം തേടിയിരിക്കുകയാണ് ഷെയ്ഖ് ഹസീന. മുൻ ആഭ്യന്തരമന്ത്രി അസദുസ്സമാൻ ഖാൻ കമാലിനും വധശിക്ഷ വിധിച്ചു. മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യത്തിന് ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ വിധിച്ചിരിക്കുന്നു. ബി കെ സുഹൈൽ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സുഹൈൽ, ഒരുപക്ഷെ ബംഗ്ലാദേശിന്റെ ചരിത്രത്തിൽ തന്നെ ഇത് എഴുതപ്പെടുന്ന ഒരു കാര്യമാണ്. 20 വർഷത്തോളം ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയായ ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഒരു വധശിക്ഷ കോടതി വിധിക്കുന്നു. എനിക്ക് തോന്നുന്നു 450 പേജോളം വരുന്ന ഒരു വിധിന്യായമൊക്കെ കോടതി ഇന്ന് വായിക്കുകയുണ്ടായി. എന്തൊക്കെ കാര്യങ്ങൾ ഇതിൽ പരാമർശിക്കുന്നുണ്ട്? അമൃത, ലോകം മുഴുവൻ ഉറ്റുനോക്കുകയായിരുന്നു. ഷെയ്ഖ് ഹസീന 20 വർഷക്കാലം ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയായിരുന്ന ഒരു വ്യക്തിക്ക് വധശിക്ഷ വിധിക്കുമോ എന്നുള്ളത് തന്നെയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ആ ചോദ്യത്തിനുള്ള ഉത്തരം കോടതി നൽകിയിരിക്കുന്നു. ഷെയ്ഖ് ഹസീനക്കും അതേപോലെ തന്നെ മുൻ ആഭ്യന്തരമന്ത്രി അസദുസ്സമാൻ അടക്കമുള്ള ആളുകൾക്കും വധശിക്ഷ വിധിച്ചുകൊണ്ടുള്ള വിധിയാണ് ഇപ്പോൾ 2 മണിക്കൂറോളം നീണ്ട നടപടിക്രമങ്ങൾക്ക് ശേഷം ബംഗ്ലാദേശിലെ അന്താരാഷ്ട്ര ട്രൈബ്യൂണൽ നൽകിയിരിക്കുന്നത്. അവാമി ലീഗ് നേരത്തെ തന്നെ ഈ ഒരു വിധി പ്രതീക്ഷിച്ചതായിരുന്നു. ഇന്ന് ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ബംഗ്ലാദേശിലുടനീളം നഗരങ്ങളും അതേപോലെ തന്നെ ഗ്രാമങ്ങൾ വരെ വിജനമായി കിടക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നു. ഈ ഒരു വിധിക്കെതിരെ പ്രക്ഷോഭം നടത്താനും കലാപം നടത്താനും ഒക്കെയുള്ള ആഹ്വാനങ്ങൾ സോഷ്യൽ മീഡിയയിലടക്കം അവാമി ലീഗ് നൽകുകയും ചെയ്തിരിക്കുകയാണ്. ഈ വിധി പ്രസ്താവനത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം 2024 ആരംഭിച്ച വിദ്യാർത്ഥി പ്രക്ഷോഭം കഴിഞ്ഞ കുറെ കാലമായി അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്ന ഹസീന സർക്കാരിനെതിരെയുള്ള വലിയ പ്രക്ഷോഭമായിട്ടാണ് അത് ഉയർന്നു വന്നത്. ആ പ്രക്ഷോഭത്തിൽ 1400 പേർ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. ആ 1400 പേർ കൊല്ലപ്പെട്ടതിലെ മുഖ്യ ആസൂത്രക എന്നുള്ളതായിരുന്നു ഈ ഷെയ്ഖ് ഹസീനക്കെതിരെ ചുമത്തിയ പ്രധാനപ്പെട്ട കുറ്റം. അതിൽ കോടതി എടുത്തു പറഞ്ഞ കുറെ കാര്യങ്ങൾ, ഡ്രോണും അതേപോലെ തന്നെ ഹെലികോപ്റ്ററും ഉപയോഗിച്ചുകൊണ്ട് കുട്ടികളെ വരെ കൊന്നൊടുക്കാൻ ഷെയ്ഖ് ഹസീന ഉത്തരവിട്ടു എന്നുള്ളതാണ് കോടതി കണ്ടെത്തിയ ഒരു കാര്യം. മറ്റൊന്ന്, പല പ്രമുഖരായ ആളുകൾ വിദ്യാർത്ഥി നേതാക്കളുടെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ പൂഴ്ത്തിവെക്കുക, അത് തിരുത്തുക തുടങ്ങിയ നടപടിക്രമങ്ങൾ ഷെയ്ഖ് ഹസീന നടത്തി. അതേപോലെ തന്നെ ഗുരുതരമായി പരിക്കേറ്റവർക്ക് ചികിത്സ ലഭ്യമാക്കാതിരിക്കാൻ, അവരെ മരണത്തിലേക്ക് തള്ളിവിടാൻ വരെയുള്ള നിർദ്ദേശങ്ങൾ ഷെയ്ഖ് ഹസീന നടത്തി എന്നുള്ള ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ചാർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഷെയ്ഖ് ഹസീനക്കെതിരെ കോടതി വധശിക്ഷയ്ക്ക് തന്നെ ഉത്തരവിട്ടിരിക്കുന്നത്. ഇനി ഈ വിഷയത്തിൽ അപ്പീൽ നൽകാനൊക്കെയുള്ള സാധ്യതകളുണ്ട്. പക്ഷെ അതിനു മുമ്പ് ബംഗ്ലാദേശിനെ അംഗീകരിക്കുകയും അവിടേക്ക് വരികയും സറണ്ടർ ചെയ്യുകയും ഒക്കെ ചെയ്താൽ മാത്രമേ അത്തരമൊരു അപ്പീലിനുള്ള സാധ്യതകൾ കോടതി തുറന്നിടുന്നുള്ളൂ. സുപ്രീം കോടതിയിലാണ് അപ്പീൽ നൽകേണ്ടത്. പക്ഷേ ഇപ്പോൾ തന്നെ ഈ നടപടിക്രമങ്ങളെയൊന്നും തന്നെ ഷെയ്ഖ് ഹസീന അംഗീകരിക്കുന്നില്ല. അതിനെല്ലാം ചോദ്യം ചെയ്യുകയാണ്. ഇന്ത്യയിലാണ് ഇപ്പോൾ ഷെയ്ഖ് ഹസീന ഉള്ളതെന്ന് നമുക്കറിയാം. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മുതൽ അഭയം നൽകുകയാണ് ഇന്ത്യ. എവിടെയായിരുന്നാലും ശിക്ഷ നടപ്പിലാക്കും എന്നാണ് ഇപ്പോൾ ബംഗ്ലാദേശ് സർക്കാർ അറിയിക്കുന്നത്. ഇന്ത്യ ഷെയ്ഖ് ഹസീനയെ വിട്ടു നൽകണം എന്നുള്ള ആവശ്യം നേരത്തെ തന്നെ മുഹമ്മദ് യൂനുസ് സർക്കാർ ഉന്നയിക്കുന്നതാണ്. പക്ഷെ അതിനോട് പ്രതികരിക്കാൻ ഇന്ത്യ ഇതുവരെ തയ്യാറായിട്ടില്ല. ഇന്ത്യയും ബംഗ്ലാദേശും തന്നെയാണ് അറിയേണ്ടത്. സോഹൽ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ആഗസ്റ്റ് മാസം മുതൽ ഇന്ത്യയിൽ അഭയം തേടിയിരിക്കുകയാണ് ഷെയ്ഖ് ഹസീന. ഇതിപ്പോൾ ട്രൈബ്യൂണൽ കോടതിയുടെ ഇത്തരത്തിലുള്ളൊരു വിധി വന്ന സ്ഥിതിക്ക് അവരെ വിട്ടുകൊടുക്കേണ്ട ഒരു ബാധ്യത ഇന്ത്യക്കില്ലേ? എന്തെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ നിലവിൽ ഇപ്പോൾ നടക്കുന്നുണ്ടോ? നേരത്തെ തന്നെ ഷെയ്ഖ് ഹസീനയെ വിട്ടുതരണം എന്ന് ബംഗ്ലാദേശ് ഇന്ത്യൻ സർക്കാരിനോട് പലതവണ ആവശ്യപ്പെട്ടതാണ്. പക്ഷെ അപ്പോഴൊന്നും അതിനോട് ചെവി കൊടുക്കാൻ തയ്യാറായിട്ടില്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ നിർണായകമായ അതേപോലെ തന്നെ സങ്കീർണമായ ഒരു പ്രശ്നമാണത്. ഷെയ്ഖ് ഹസീനയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം അവരുടെ പിതാവ് മുതൽ ഇന്ത്യയുമായുള്ള അഭേദ്യമായ ബന്ധമുണ്ട്. പലപ്പോഴും ആ രാജ്യത്തെ സൃഷ്ടിച്ചെടുക്കാൻ തന്നെ നേതൃത്വം നൽകിയ, അതിന് സഹായം നൽകിയ രാജ്യമാണ് ഇന്ത്യ. പക്ഷേ ആ ഒരു ബന്ധം മാറുകയും അവിടെയുള്ള ജനങ്ങൾ ഷെയ്ഖ് ഹസീനക്കെതിരാവുകയും വിദ്യാർത്ഥി പ്രക്ഷോഭം കരുത്താർജിക്കുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തിൽ ഷെയ്ഖ് ഹസീന ഇന്ത്യയോട് അഭയം തേടിയപ്പോൾ അത് സ്വീകരിക്കാനും ഇന്ത്യ തയ്യാറായി എന്നുള്ളതാണ് നിലവിലെ സർക്കാരും ഇന്ത്യയും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾക്ക് വഴിവെക്കുന്നത്. ഈ പ്രശ്നങ്ങൾക്കെല്ലാം ശേഷം ഇന്ത്യയുടെ പ്രതിനിധികൾ ബംഗ്ലാദേശിലേക്ക് എത്തുകയും പലതരത്തിലുള്ള ചർച്ചകൾ നടത്തുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ അപ്പോഴും ഷെയ്ഖ് ഹസീന വിഷയം അവിടെ കല്ലുകടിയായി തന്നെ നിന്നു. ഇനിയിപ്പോൾ കോടതി വിധി കൂടി വന്ന ഒരു പശ്ചാത്തലത്തിൽ സ്വാഭാവികമായും മുഹമ്മദ് യൂനുസ് സർക്കാർ ഇന്ത്യൻ സർക്കാരിനോട്
ഷെയ്ഖ് ഹസീനയെ എത്രയും പെട്ടെന്ന് വിട്ടുതരണം എന്നാവശ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അങ്ങനെ ഒരു മരണത്തിന് ഷെയ്ഖ് ഹസീനയെ വിട്ടുകൊടുക്കാൻ ഇന്ത്യ തയ്യാറാകുമോ എന്നുള്ളതാണ് ചോദ്യം. അതിനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു അതിർത്തി രാജ്യവുമായി ഇങ്ങനെ കാലുഷ്യത്തിൽ പോകുന്നത് അങ്ങനെ ഇഷ്ടപ്പെടുന്നുമില്ല. അപ്പം അതിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ നമുക്ക് കണ്ടറിയേണ്ടി വരും എന്താണ് ഇന്ത്യ എടുക്കുന്ന നിലപാട് എന്ന്. സ്വാഭാവികമായും പലതരത്തിൽ അന്താരാഷ്ട്ര കോടതികളെ സമീപിക്കാനൊക്കെയുള്ള ചില സാധ്യതകൾ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇത് അവാമി ലീഗ് നേരത്തെ തന്നെ കണ്ടതായിരുന്നു. ഇങ്ങനെ ഒരു വധശിക്ഷയായിരിക്കും ഈ കോടതിയിൽ നിന്നുണ്ടാവുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഷെയ്ഖ് ഹസീനയുടെ മകൻ ഇന്നലെ അത്തരമൊരു പ്രസ്താവന നടത്തിയത്. ഈ വിധി വരുന്നതിന് മുമ്പ് തന്നെ അതിനെ തള്ളിക്കളയാവുന്ന തരത്തിലുള്ള ചില ഇന്റർവ്യൂ അടക്കം ഷെയ്ഖ് ഹസീന നൽകുകയും ചെയ്തത്.